ഹലോ ഗായ്സ്, സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്ര ഇൻട്രസ്റ്റിംഗ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നില്ല കേട്ടോ. ഇതൊരു സിമ്പിൾ ബ്രെഡ് മേക്കിംഗ് വീഡിയോ ആണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ബ്രെഡ് ലോഫ് ഉണ്ടാക്കാൻ നോക്കുന്നത്. ഇതൊരു പരീക്ഷണമാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന മൈദ വെച്ചല്ല, ഹോൾ വീറ്റാണ്. ഡയറ്റൊക്കെ പ്രമാണിച്ച് മൈദയൊക്കെ മൊത്തത്തിൽ കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹോൾ വീറ്റ് വെച്ചുള്ള പരീക്ഷണമാണ്. ഒരു ചാക്ക് കണക്കിന് ഗോതമ്പൊടി ഇറക്കിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കാൻ വേണ്ടി ഓർത്തപ്പോഴാണ് എന്നാൽ പിന്നെ നമുക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിച്ചത്. ഈ വീഡിയോ വളരെ സിമ്പിൾ വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞാലും പക്ഷേ ഇതിൻ്റെ പ്രോസസ്സ് ഭയങ്കര ലെങ്തിയാണ് കേട്ടോ. ഏകദേശം ഒരു 6 to 7 hours കഴിഞ്ഞാലാണ് നമ്മുടെ ഈ എൻഡ് റിസൾട്ട് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം ഡോ റൈസ് ചെയ്യുന്നതൊക്കെ കാണാൻ വേണ്ടി ടൈം ലാപ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബ്രെഡ് അടിപൊളിയായി വന്നു എന്നറിയാൻ വേണ്ടി നിങ്ങൾ എന്തായാലും അവസാനം വരെ ഒന്ന് കണ്ടു കേട്ടോ. ഞാൻ വലിയ ബേക്കറൊന്നുമല്ല, കേക്കൊക്കെ ഉണ്ടാക്കുമെങ്കിലും ഈ ബ്രെഡ് മേക്കിംഗ് ഇത്തിരി സ്കിൽഫുൾ ആയിട്ടുള്ള പരിപാടിയാണ്. നമുക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല, എന്നാലും നമ്മൾ ശ്രമിക്കും. അപ്പം അങ്ങനെ നമ്മുടെ ഡോ ഒക്കെ റേസ് ചെയ്യാൻ വെച്ചു. ഞാൻ പറഞ്ഞ പോലെ ടൈം ലാപ്സിലെടുത്ത ഒരു വീഡിയോ ആയി, കാരണം എന്ത് രസമല്ലേ. ഇതിൻ്റെ മോസ്റ്റ് സാറ്റിസ്ഫൈങ് പാർട്ടാണ് ഈ പൊങ്ങി വന്ന ഡോനെ ഇടിച്ചു താഴ്ത്തൽ. അത് നല്ല രസമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു പരിപാടി മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡോ ഒക്കെ എടുത്ത് നമ്മൾ റോൾ ചെയ്ത് ഒന്ന് ഏകദേശം ഷേപ്പൊക്കെ ചെയ്തെടുത്തു. ബ്രെഡ് ലോഫ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്തായാലും ആ ലോഫ് പാൻ ഒക്കെ വേണം, മറ്റേ ട്രേ ഒക്കെ ഇല്ലേ നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. പക്ഷെ എൻ്റെ ആ സംഭവം ഇല്ല. നമ്മൾ വേറെ ഒന്നും വിട്ടുകൊടുക്കില്ല. നമ്മൾ ഫ്രഞ്ച് ബ്രെഡൊക്കെ ചെയ്യണ പോലെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്തു. എപ്പോഴും ബ്രെഡ് റെഡിയായോ എന്നറിയുന്നത് നമ്മൾ മുറിച്ച് നോക്കിയാൽ മാത്രമാണ്. അപ്പോൾ സംഭവം അവനിൽ കയറി തിരിച്ചു വന്നപ്പോൾ ഏകദേശം കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്, ഫ്രഞ്ച് ബ്രെഡിൻ്റെ ലുക്കൊക്കെ ഉണ്ട്. തുറന്നു നോക്കിയപ്പോൾ സംഭവം നൈസൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയൊരു മിസ്റ്റേക്കാണ്, ഇത്തിരി നേരം നമുക്ക് റൈസ് ചെയ്യാൻ വെക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്തിരി എയറിയായി കിട്ടിയാനേ. ആ ഒരു കുറവ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ടേസ്റ്റിലായാലും ഉള്ളിൽ ഭയങ്കര സോഫ്റ്റും മോയിസ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിരുന്നു. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.